നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, പൊതുവെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്, പലരും ജ്യോത്സ്യന്മാരെ കാണുന്നുണ്ട്, പ്രശ്നം വയ്ക്കുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നില്ല, അവരുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നില്ല. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പല പ്രേക്ഷകരിൽ നിന്നും കേൾക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം എന്തായിരിക്കാം? ഇത് പ്രശ്നം വയ്ക്കുന്നതിലെ അപര്യാപ്തതകളാണോ, അതോ കാണുന്ന ജ്യോത്സ്യൻ ശരിയല്ല, അല്ലെങ്കിൽ അയാൾ കൃത്യമായ പഠിക്കാത്ത ഒരാളായതുകൊണ്ടാകാം? എന്തുകൊണ്ടാണ് അവർക്കൊരു ജീവിത വിജയത്തിലേക്ക് എത്താൻ സാധിക്കാത്തത് എന്നൊന്ന് പറയാമോ? ഈ ചോദ്യം ഇപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന പലരും പറയുന്നുണ്ട്. ചിലർ പറയാറുണ്ട് ഞങ്ങൾക്കിതൊന്നും അറിയില്ലായിരുന്നു, പറയാറുണ്ട്. ഇപ്പോൾ ഒരു 62 വയസ്സായ ആളൊക്കെ വിളിച്ചിട്ട് പറഞ്ഞത് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ളതൊന്നും അറിയില്ലായിരുന്നു, ഈ ജ്യോതിഷവും ഇങ്ങനെയുള്ള കാര്യമൊന്നും അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഞാൻ ആളോട് അങ്ങനെയുള്ള ചോദിച്ചപ്പോൾ ആളോട് ചോദിച്ചു, നിങ്ങൾ ഈ ലോകത്തൊന്നുമല്ല ജീവിക്കുന്നത്, കാരണം ഇങ്ങനെയുള്ള കാര്യം അറിയില്ലായിരുന്നു പറയുമ്പോൾ, അതൊരു ഹിന്ദുവായിട്ട് ജീവിച്ചിരുന്ന ഒരാൾക്ക് ജ്യോതിഷം എന്താണെന്ന് അറിയില്ലായിരുന്നു പറയുമ്പോൾ ഞാൻ അങ്ങേരോട് മുഖത്തടിച്ച് തന്നെ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും അറിയില്ലാഞ്ഞിട്ടല്ല, നിങ്ങളുടെ അഹങ്കാരം തന്നെയാണ്. കാരണം നമുക്ക് ജീവിതത്തിലെ പല വഴികളും നോക്കി ലോണൊക്കെ ഒത്തിരി എടുത്തു, കടത്തിൽ നിന്ന് കടത്തിലേക്ക് പോയല്ലാതെ ഒരിക്കലും റിവേഴ്സ് ആവുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ശാസ്ത്രത്തെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു പറയുമ്പോൾ നിങ്ങളുടെ അഹങ്കാരമാണ്. കാരണം ഇതൊന്നും ഇല്ല, തട്ടിപ്പ് എന്ന് ധരിച്ചിരുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇതെന്നെ ചിലർ വരുമ്പോൾ പറയാറുണ്ട്, ഞങ്ങൾ ഒത്തിരി സ്ഥലത്ത് നോക്കി, ഒരുപാട് പരിഹാരങ്ങൾ ചെയ്തു, എന്നിട്ട് എങ്ങും എത്തിയില്ല. അവരാണ് ശരിക്കും നോക്കി നടന്നവരാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരോട് പറയുന്നത്, ഇപ്പോൾ പലരും പലരും ശ്രദ്ധിച്ചിട്ടുണ്ട്, മാധ്യമങ്ങളിലൊക്കെ ഒത്തിരി പ്രശസ്തരും പ്രഗത്ഭരും ഒത്തിരി നിരവധി അവാർഡുകളും അങ്ങനെ എല്ലാം വാങ്ങിയിട്ടിരിക്കുന്ന ഒത്തിരി പ്രഗത്ഭ വ്യക്തികളൊക്കെ പലരും കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മളുടെ അടുത്ത് തന്നെ പലരും വരുന്നത് പ്രശ്നം നോക്കാനാണ്. അതായത് നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്താണ് അറിയാൻ വേണ്ടിയാണ് വരുന്നത്. അപ്പോൾ വരുമ്പോൾ മിക്കവാറും ഒരു കെട്ട് ജാതകം കൂടി ഉണ്ടാവും. അപ്പോൾ ഈ ജാതകം കൊണ്ടുവന്നിട്ടാണ് പ്രശ്നം നോക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മളവരോട് നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്, ശരിക്കും പ്രശ്നമാണോ ജാതക ചിന്തയാണോ? അപ്പോൾ അവർ പറഞ്ഞ പ്രശ്നം അറിയണ്ട, പിന്നെ എന്തിനാ ഈ സാധനം നോക്കും. അപ്പോൾ അവരുടെ ഒരു മിഥ്യാധാരണ, പ്രശ്നം വയ്ക്കണമെങ്കിൽ ജാതകം വേണമെന്നാണ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളിതെല്ലാം പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞിരിക്കുക, പ്രശ്നം നോക്കുന്നതിന് ജാതകമോ നക്ഷത്രമോ ആവശ്യമില്ല. നമുക്ക് വരുന്ന ആളുടെ അഡ്രസ്സ് വെച്ചിട്ടാണ് പ്രശ്നം വയ്ക്കുന്നത്. അയാൾ താമസിക്കുന്ന അഡ്രസ്സ്, അതാണ് പ്രശ്നത്തിൻ്റെ ആവശ്യം. ഇതുപോലും ശരിക്കും ആവശ്യമില്ല. കാരണം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഉദയരാശി എന്ന് പറയുന്ന ഒരു രാശിയുണ്ട്. അതായത് വരുന്ന സമയത്തിൽ ഉദിച്ച് നിൽക്കുന്ന ആ രാശി വെച്ചിട്ട് നമുക്ക് പ്രശ്നം ചിന്തിക്കാം, അവരുടെ ജീവിതത്തിലേക്ക് തന്നെ വരാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളങ്ങനെ വെറുതെ എന്നിട്ട് പറയുമ്പോൾ ഇതെന്ത് ഇങ്ങനെ പറയണമെന്നൊരു തോന്നൽ വരും, മറ്റേ സാധനം വെക്കണില്ല എന്നൊരു തോന്നൽ. അതായത് പനി നോക്കാൻ ഒരാൾക്ക് പനിയുണ്ട് നോർമലി, ഡോക്ടറെ അടുത്ത് വന്നു, ഡോക്ടർ കഴിയുമ്പോൾ പിടിച്ച് പൾസ് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി എവിടെ ഉണ്ടെന്നുള്ളത്. എന്നാലും രോഗിക്ക് തൃപ്തിയാവണമെന്നുണ്ടെങ്കിൽ മറ്റേ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കണം, എന്നാലാണ് ഈ സംഭവം ഡോക്ടർ പരിശോധിച്ചെന്ന് തോന്നുള്ളൂ. അപ്പോൾ നല്ല മിടുക്കനായ ഡോക്ടർക്ക് കയ്യിൽ തൊട്ടപ്പോൾ തന്നെ മനസ്സിലായി എന്താണെന്നുള്ള സംഭവം എന്നുള്ളത്. അടുത്ത സ്റ്റേജ് സ്റ്റെതസ്കോപ്പ് അല്ല, ആൾ മറ്റേ തെർമോമീറ്റർ വെച്ച് നോക്കാനേ പറയുള്ളൂ. അപ്പോൾ എത്ര ഡിഗ്രി ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രോഗിയുടെ ധാരണ ഇതല്ല വേണ്ടത്, ഡോക്ടർ കയ്യിൽ പിടിച്ചു, പക്ഷെ അതല്ല വേണ്ട, മറ്റേ സാധനം വെച്ച് നോക്കണം അവിടെയൊക്കെ. അപ്പോൾ ഡോക്ടർക്ക് ശരിക്കും അത് അറിയാമെങ്കിൽ പോലും രോഗിയുടെ തൃപ്തിക്ക് വേണ്ടി ഇത് വയ്ക്കും. എന്നാലും അതേപോലെ തന്നെയാണ് ഈ പ്രശ്നം. ഇപ്പോൾ പലരും ഇങ്ങനെ ജാതകം കൊണ്ടുവന്നിട്ട് ഇത് വേണമായിരുന്നു. അപ്പോൾ നമ്മൾ ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് പ്രശ്നം നോക്കാമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒത്തിരി വർക്ക് ചെയ്തു, അല്ലെങ്കിൽ കുട്ടികളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഒത്തിരി ശ്രമിച്ചു, നടക്കുന്നില്ല, അല്ലെങ്കിൽ വിവാഹം നിശ്ചയം വരെ വരുന്നു, അത് മുടങ്ങി പോകുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിവിടെയാണ് പ്രശ്നചിന്തയുടെ ആവശ്യം. അപ്പോൾ നമുക്ക് ഇതെല്ലാം സംഭവിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടാവും. ഈ ലോകത്തിൽ ഒരു കാരണവുമില്ലാതെ ഒരു കാര്യം നടക്കില്ല. നമുക്ക് ട്രാജഡികൾ നേരിടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടാവും. ആ കാരണമാണ് നമ്മൾ രാശി വെച്ച് കണ്ടെത്തുന്നത്. അതായത് ആ കാരണം നമ്മൾ രാശി വെച്ച് കഴിയുമ്പോൾ കൃത്യമായിട്ട് ആ രാശിയിൽ കാണിക്കും ഇവരുടെ പ്രശ്നം എന്താണോ, എവിടെ നിന്നാണ് തുടങ്ങിയത്, അതിൻ്റെ ഉത്ഭവം എല്ലാം നമുക്ക് പറയാം. അത് റിവേഴ്സ് ചെയ്യുമ്പോൾ ഇവർ റിവേഴ്സ് ആവും. അതാണ് ശരിക്കും പ്രശ്നം. അപ്പോൾ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, പല പ്രഗത്ഭ ജ്യോത്സ്യന്മാർക്കും ഒന്ന് പ്രശ്നചിന്ത എന്താണെന്നറിയില്ല, അവർ ജാതകചിന്തയെ നോക്കുന്നത്, പ്രശ്നത്തിലേക്ക് വരുന്നില്ല. അടുത്തത് ഈ ബാധാചിന്തയാണ്. അപ്പോൾ പലർക്കും വരുന്ന ബാധ എന്താണെന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഒരുപാട് ജ്യോത്സ്യന്മാരുണ്ട്. കാരണം ഞാനത് പറയാൻ കാരണം, ഇപ്പോൾ പലരും നമ്മൾ മുമ്പ് പല എപ്പിസോഡിലും പറഞ്ഞു, ഒത്തിരി പേര് പറയുന്നുണ്ട് കുറ്റം പറയുകയാണ് ഇയാളുടെ പണി, അല്ലാതെ നല്ലതൊന്നും പറയുന്ന പരിപാടി ഇല്ല എന്ന് പറയുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു അവരുടെ കണ്ണിൻ്റെ കുഴപ്പമാണ്, കാണുന്ന കണ്ണിൻ്റെ കാഴ്ച. ഓരോരുത്തരും ഓരോ രീതിയിലാണ് കാണുന്നത്. ഇപ്പോൾ ഒരു പെൺകുട്ടിയെ തന്നെ കാണുമ്പോൾ ചിലർ പുത്രി വാത്സല്യത്തോടുകൂടി കാണും,
അപ്പോൾ അങ്ങേരെ സംബന്ധിച്ച് പുത്രിയായിട്ട് കാണാൻ പറ്റുള്ളൂ. ഇത് തന്നെ കാണുന്നത് ഒരു യുവാവാണെങ്കിൽ അവൻ കാണുന്ന ഒരു കാമുകീ ഭാവത്തിലായിരിക്കും. ഇത് തന്നെ കാമഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരാൾ കാണുന്നത് ആ ശരീരം മാത്രമേ ഉണ്ടാവുള്ളൂ. അതേപോലെ ചിലർ കാണുന്നത് ഒരു ചേച്ചിയുടെ രൂപത്തിലായിരിക്കും. അപ്പം അങ്ങനെ ആ കാണുന്നതെല്ലാം ഒരാളെ തന്നെയാണ്, പല കണ്ണാണ്. അപ്പം കാണുന്ന കണ്ണിൻ്റെ വ്യത്യാസമാണ്. അതേപോലെ തന്നെ ഇതും പ്രശ്നം ചിന്തിക്കുമ്പോൾ ചിലർക്ക് ബാധ എന്താണെന്ന് പോലും അറിയാൻ പാടില്ലാത്ത ആചാര്യന്മാർ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ നമ്മളിത് പറയാൻ കാരണം നമുക്ക് അവരെ ചാർത്ത് കണ്ടാലറിയാം. അതായത് ഒത്തിരി പേര് ചാർത്ത് കൊണ്ടുവരും നമ്മളെ കാണിക്കാൻ. അപ്പോൾ ഈ ചാർത്തിലുണ്ടല്ലോ ആ മിടുക്കൻ്റെ എല്ലാ പ്രാഗൽഭ്യം അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇയാൾക്കൊന്നും അറിഞ്ഞൂടാ. ഇത് തന്നെ ചില അടുത്തുള്ള സമീപ ജില്ലയിലുള്ള ഒരു മഹാമിടുക്കൻ ചാർത്ത് കൊടുത്തപ്പോൾ ഞാനതൊക്കെ മുമ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 5 പേജുള്ള ചാർത്താണ്, പ്രശ്ന ചാർത്ത്. ഒരു ക്രിസ്ത്യൻ യുവാവിന് കൊടുത്തതാണ്. അത് അങ്ങേര് ചെയ്ത് തീർക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മാസം ചിറ്റേണ്ട വരും. പിന്നെ ഏതാണ്ട് 2 ലക്ഷം രൂപ ചിലവാക്കണം. പിന്നെ ഒരു 12 പേരുടെ കാലുമ പിടിച്ച് കഴുകണം. അങ്ങനെയൊക്കെയുള്ള അഭ്യാസങ്ങളാണ്. ഒരു 5 പേജാണ്. അത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ യുവാവിൻ്റെ കുലം ക്രിസ്ത്യനാണ്. അപ്പോൾ ആ കുലം ബ്രാഹ്മണ ശാപം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ അവരുടെ പുരോഹിതന്മാർ ഈ ബ്രാഹ്മണ ശാപം ഇപ്പോഴും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ചാർത്തിൻ്റെ സാരാംശം. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഇയാളുടെ ചാർത്തിൽ മൊത്തം ഇത് തന്നെയാണ്, മൊത്തം ബ്രാഹ്മണ ശാപമാണ്. ആര് ചെന്ന് കണ്ടാലും ഈ ബ്രാഹ്മണർ ശപിച്ചിട്ട് വന്നാണ് പ്രശ്നങ്ങളാണ് ഇതിനകത്ത് മുഴുവൻ. അതിൻ്റെ പരിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ 12 പേരെ കാൽമ പിടിക്കുക. കാൽമ പിടിച്ച് നിലത്തടിക്കാൻ പറയാത്തതൊരു ഭാഗ്യമാണ്. കാൽ കഴിച്ചൂട്ടെന്ന് പറഞ്ഞൊരു സമ്പ്രദായം ചെയ്യാൻ പറയുന്നു. അതുകൂടാതെ രാമേശ്വരത്ത് പോയിട്ട് അവിടെ ക്രിയകൾ ചെയ്യാൻ പറയുന്നു. അങ്ങനെ പിന്നെ കൈലാസത്തിൽ പോയിട്ട് വണങ്ങിയിട്ട് വരാൻ പറഞ്ഞു. അത്രയും കണ്ട് ദുരിതം കൊണ്ടാണ് രക്ഷപ്പെടാത്തതെന്നാണ് വിദ്വാൻ്റെ കണ്ടെത്തലുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ഈ പയ്യനോട് പറഞ്ഞു, നിനക്ക് ഞാനിവിടെ ഒരു പൂജാ പരിഹാരം ഉണ്ട്, നീ ഒരു 7 ദിവസം വ്രതം എടുത്തിട്ട് വന്നാൽ ഒറ്റ ദിവസം കൊണ്ട് ഒരു ചെറിയ സംഖ്യയിൽ ഞാനിത് മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആളത് ഭയന്നു പോയി. കാരണം ഇത്രയും വലിയ പ്രഗത്ഭൻ്റെ അടുത്ത് നിന്ന് ഇപ്പോൾ ഇത്രയും ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി ഒരുപാട് ത്യാഗം സഹിക്കേണ്ട ഒരു കേസ് ഇവിടെ വന്നപ്പോൾ ഒരു സിമ്പിളായ മനുഷ്യൻ പറയുന്നു, അതൊരു കുറി പോലും വരയ്ക്കാത്ത ഒരാൾ പറയുന്നു സംഭവം ഒറ്റ ദിവസം കൊണ്ട് മാറ്റിത്തരാമെന്ന് പറയുന്നു. അപ്പോൾ ആൾ പറഞ്ഞു എന്താ ഉറപ്പെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉറപ്പ് നിനക്ക് നിൻ്റെ ജീവിതത്തിൽ കാണിച്ചു തരും. അപ്പോൾ ആൾ പറഞ്ഞു അന്ന് എനിക്ക് പൂജ കാണണമെന്ന് പറഞ്ഞു. എന്നാൽ ശരി നീ അടുത്ത പൂജയുള്ള ദിവസം വന്നോളാൻ പറഞ്ഞു. അങ്ങനെ ആൾ പൂജയ്ക്ക് ഉള്ള ദിവസം കാണാൻ വന്നു. അങ്ങനെ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് പൂജയ്ക്ക് വന്നത്. അപ്പോൾ ഇതൊക്കെ പറ്റുന്നതെന്ന് വെച്ചാൽ പ്രശ്നം നോക്കുന്ന ആളുടെ കണ്ണ്, ആ കണ്ണൊക്കെ ഇതിൽ വളരെ പ്രാധാന്യമുണ്ട്. കാരണം അവർ പാരമ്പര്യമായിട്ട് പഠിച്ചു വന്നതാണെങ്കിൽ ആ പഠിച്ച രീതി മാത്രമേ അയാൾ പ്രയോഗിക്കുകയുള്ളൂ. നമ്മൾ പാരമ്പര്യ ജ്യോത്സ്യൻ പഠിപ്പിച്ച, അതായത് എൻ്റെ ഗുരുനാഥൻ അവരുടെ തലമുറയായിട്ട് ജ്യോതിഷ പാരമ്പര്യത്തിലുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം പഠിപ്പിച്ച ശാസ്ത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അദ്ദേഹം നമ്മളോടൊരു കാര്യം കൂടി പറഞ്ഞു, ഞാൻ പഠിപ്പിച്ചു തന്ന ഈ ശാസ്ത്രം പ്രയോഗിക്കുമ്പോൾ നിൻ്റെ അടുത്ത് വരുന്ന ആളുകളുടെ അനുഭവം കൂടി നോക്കണം. ആ അനുഭവം കൂടി കണക്കൂട്ടിയിട്ട് വേണം ബാധയൊക്കെ ചിന്തിക്കാൻ. അല്ലാതെ വെറുതെ ഞാൻ പഠിപ്പിച്ച് മാത്രം നോക്കിയാൽ പോരാ. അവരുടെ ബാധ എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജികളാണ്. അപ്പോൾ അതും കാര്യവും കാരണമൊക്കെ പുള്ളി പഠിപ്പിച്ചിട്ടുണ്ട്. കാര്യം ഏത് രാശിയിൽ നോക്കണം, കാരണം ഏത് രാശിയിൽ നോക്കണം, അതിൻ്റെ ബന്ധം നോക്കിയാൽ കറക്റ്റായിരിക്കും. ആ സംഭവങ്ങൾ മാറ്റി കഴിഞ്ഞാൽ അവർ റിവേഴ്സാവും. ഇപ്പോൾ വിവാഹം നടക്കാത്ത ഏതൊരു കുട്ടിയുടെ ആണെങ്കിലും ഈ മാറ്റി കഴിയുമ്പോൾ വിവാഹം നടക്കും. അതൊരു ജോലി കിട്ടാത്ത കേസാണെങ്കിൽ ഇത് മാറ്റി കഴിയുമ്പോൾ ജോലിയാവും. അപ്പോൾ നമ്മളീ പറഞ്ഞ് ഇവിടെ വന്നിരുന്നിട്ട് നുണയൊന്നും പറയുന്നതല്ല. അതായത് അത് ചെയ്ത് എനിക്ക് നുണ വരേണ്ട ആവശ്യം എന്നുള്ള, നമുക്ക് ചിലർ തന്നെ ഇപ്പോൾ ഈ പ്രോഗ്രാമൊക്കെ കണ്ടിട്ട് വരുന്നത് അവർ വരുന്നത് ഇത്രേ ഉള്ളൂ, ഞങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്, അതിൻ്റെ കാരണം എന്താ എന്ന് പരിഹരിക്കാം. അങ്ങനെ വരുന്ന ഒത്തിരി ആളുകളുണ്ട്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ളവരെയാണ്. അല്ലാതെ വെറുതെ വിടുവായത്തം പറഞ്ഞിട്ട് ചിലർ പറയും പ്രോഗ്രാമിൽ പറഞ്ഞു ഒരു ഗതിയില്ലെങ്കിലും എൻ്റെ അടുത്തൊന്ന് രക്ഷിക്കാമെന്ന് പറഞ്ഞു, അത് കേട്ടിട്ട് വന്നാണ്. പക്ഷേ ചെയ്യാനോ എന്നുള്ള മനസ്സില്ല. അവരെന്തിനാണ് വരണത്? അവരുടെ സമയം കളഞ്ഞിട്ട്. കാരണം നമ്മളെ ഈ കാണണമെന്നൊക്കെ ഉണ്ടെങ്കിൽ 2-3 ദിവസമൊക്കെ ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ. പിന്നെ കൊടുക്കുന്ന ഒരു ദിവസം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ രാത്രി, ഇപ്പോൾ ഏകദേശം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളുടെ പ്രശ്നമൊക്കെ എല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ രാത്രി 12:45. അപ്പോൾ അത്രയും സമയമൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഇരുന്നിട്ടൊക്കെയാണ് ഇവർ ഇരിക്കുന്ന ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും പേർക്ക് വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ ആ വന്നിരിക്കുന്നവരെല്ലാം നോക്കിയിട്ടേ വിടുള്ളൂ. അതായത് ഒരു ദിവസം നമുക്ക് പ്രശ്നം നോക്കാൻ 20 ആളെ കൂടുതൽ സാധിക്കില്ല. കാരണം നമുക്ക് 5 മിനിറ്റ് കൊണ്ടുള്ളൊരു പ്രശ്നചിന്തയിലേക്ക് പോകാൻ പറ്റില്ല. അവർക്ക് അവരുടെ ഉത്ഭവം മുതലെല്ലാം പറഞ്ഞ് അതിൻ്റെ കാര്യകാരണം ബോധ്യപ്പെടുത്തി അതിലേക്ക് വരണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളൊരു പാർട്ടിക്ക് 1/2 മണിക്കൂർ സമയം കൊടുക്കും. അപ്പോൾ ചിലർ വളരെ അകലേന്നൊക്കെ വരുമ്പോൾ അവർക്ക് ആകുലതകളും വ്യാകുലതകളും കൊണ്ട് വരുമ്പോൾ അത് ചിലപ്പോൾ 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ആവും. അങ്ങനെ വരുമ്പോൾ ടൈം ഇങ്ങനെ നീണ്ടു പോകും. അപ്പോൾ ഈ കൊടുത്ത ടൈമൊക്കെ മാറിപ്പോവും. ഒരു ഇത്തിരി കൂടി 1-2 മണിക്കൂറൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കേണ്ടി. അപ്പോൾ നമ്മളും ത്യാഗം സഹിക്കണം. കാരണം അകലേന്ന് വന്നൊരാളോട് നമ്മുടെ ടൈം കഴിഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത ദിവസം ആവട്ടെ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മനുഷ്യത്വപരമായ സമീപനം അല്ലാത്തതുകൊണ്ട്
നമ്മൾ അതിന് തയ്യാറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ആ പ്രശ്ന പരിഹാരത്തിനുള്ള മാർഗ്ഗനിർദ്ദേശം കൊടുക്കുകയും അതിൻ്റെ ഡേറ്റ് കൊടുത്ത് അങ്ങനെ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സംഭവിക്കുന്നത് ഈ പ്രശ്നചിന്തയിൽ ബാധയുടെ ചിന്ത പൂർണ്ണമാവാത്തതുകൊണ്ട് പറ്റുന്ന അപാകതയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഒന്നുകൂടി വിശദമാക്കി പറഞ്ഞു തരാം, സമയപരിമിതി മൂലം. ഏതായാലും ഫോൺ വിളിച്ചിട്ട് കിട്ടാത്ത പ്രേക്ഷകർ വിഷമിക്കേണ്ട. ഫോൺ വിളിക്കുന്നതിനപ്പുറത്തേക്ക് നിങ്ങളുടെ സംശയങ്ങൾ കത്തുകളായി ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം ടു ദി പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.